സുനാമിയും പ്രളയവും ഒക്കെ വന്ന ആകെ ഭയത്തിലാണ് ഇപ്പോൾ കേരളത്തിലെ ജനങ്ങൾ. ഉരുൾപൊട്ടൽ, മുണ്ടക്കൈ, വയനാടൊക്കെ നടന്ന ഉരുൾപൊട്ടലിലൊക്കെ ഇപ്പോഴും ഭയം മാറാതിരിക്കുകയാണ് ആളുകൾ. അപ്പോൾ ഒരു മഴ വരുമ്പോൾ ആളുകൾക്ക്, കേരളത്തിലെ ജനങ്ങൾക്ക് പ്രത്യേകിച്ച് പേടിയാണ്. കാരണം മുന്നറിയിപ്പൊക്കെ വന്നാൽ പോലും ചിലരത് പറയുക പോലും ഇല്ല, ചിലത് അറിയിക്കുക പോലുമില്ല. പിന്നെ സംസ്ഥാനവും കേന്ദ്രവും തമ്മിൽ നടക്കുന്ന അടികളാണ് പലപ്പോഴും നമ്മൾ കാണുന്നത്. അപ്പോൾ ഇവിടെ കുറേ ജീവനുകൾ പോയിട്ടും ഉണ്ടാകും. അപ്പോൾ വീണ്ടും കേന്ദ്രത്തിന് മുന്നറിയിപ്പ് വരികയാണ്, ഉരുൾപൊട്ടൽ ഉണ്ടാകാം. നേരത്തെ ഭൂമി കുലുക്ക സാധ്യതകളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ 2 ദിവസത്തിന് മുൻപേ. അപ്പോൾ ഏപ്രിൽ 4 വരെ ശക്തമായ മഴയാണ്. അപ്പോൾ കേരളം വീണ്ടും ഒരു പ്രളയത്തിലേക്കോ അല്ലെങ്കിൽ മറ്റേന്തെങ്കിലും ദുരന്തത്തിലേക്കോ പോകാനുള്ള സാധ്യത നമ്മൾ മുൻകൂട്ടി കാണണമോ? മഴക്കാലം കേരളത്തെ സംബന്ധിച്ചിടത്തോളം വൻ ദുരന്തത്തിൻ്റെ സാധ്യതകളെയാണ് കൊണ്ടുവരുന്നത്. ഈ മഴമേഘങ്ങൾക്കൊപ്പം ദുരന്തവും നമുക്ക് വന്നുകൂടും എന്ന് നമുക്കറിയാവുന്നതാണ്. ഇപ്പോൾ എല്ലാ വർഷവും നമ്മളിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ ഈ എന്തുകൊണ്ടാണ് അത് സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മുടെ ഭൂപ്രകൃതി നമുക്ക് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള രീതിയിൽ നിൽക്കുന്ന ഒന്നാണ്. ആ ഭൂപ്രകൃതിയെ കാത്തു സൂക്ഷിക്കാനായിട്ടുള്ള ഒരു ശ്രമം നമ്മുടെ ഭരണകൂടത്തിൻ്റെയും നമ്മുടെ ജനങ്ങളുടെയും ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ്. കാരണം നമ്മളെപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വികസനത്തെക്കുറിച്ച്. അതെ, വികസനം എന്ന് പറഞ്ഞാൽ വലിയ റോഡുകൾ വരില്ല. ഇപ്പോൾ NH-66 ചീറിപ്പാഞ്ഞ് പൂർത്തിയാകാൻ വേണ്ടിയിട്ട് ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. അവിടെയൊക്കെ കൊണ്ടുവന്നിടുന്ന മണ്ണെന്ന് പറയുന്നത് കേരളത്തിൽ എവിടെയൊക്കെയുള്ള മലകൾ അങ്ങനെ തന്നെ ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. ഈ മലകൾ ഇല്ലാതാവുമ്പോൾ സംഭവിക്കുന്നത് എന്താണ്? ഭൂമിയുടെ സന്തുലനാവസ്ഥ തകരാറിലാവും. ഭൂമിയുടെ സന്തുലനാവസ്ഥ തകരാറിലാവുന്ന സമയത്ത് അത് കാലാവസ്ഥയാണ് ഏറ്റവും കൂടുതൽ ബാധിക്കുന്നത്. കാലാവസ്ഥ അനിയന്ത്രിതമായിട്ടുള്ള രീതിയിൽ മാറിത്തീരുകയും ആ അനിയന്ത്രിതമായിട്ടുള്ള കാലാവസ്ഥ സൃഷ്ടിക്കുന്ന ദുരന്തങ്ങളിൽ ഏറ്റവും പ്രമുഖമായിട്ടുള്ള ഉരുൾപൊട്ടലാണ്. ഇപ്പോൾ കഴിഞ്ഞ വയനാട് ദുരന്തം എന്ന് പറയുന്നത് മറക്കാറായിട്ടില്ല. ഒരു വർഷക്കാലത്തെ നിരന്തരമായിട്ടുള്ള ഗുസ്തി അവസാനിക്കുമ്പോൾ അവിടെ ഒരു പുതിയ ടൗൺഷിപ്പിന് കല്ലിട്ടു. കേരളത്തിൻ്റെ കൂട്ടായ്മയാണ് ആ കല്ലിടലിനെ അത് യാഥാർത്ഥ്യമാക്കി തീർക്കുന്നതിന് പങ്കുവഹിച്ചിട്ടുള്ളത്. പക്ഷേ വീണ്ടും കേസും കുട്ടീശ്വരമായിട്ട് കോടതിയിലൊക്കെ പോകുന്നുണ്ട്. കേന്ദ്രം ഒരു സഹായവും അക്കാര്യത്തിൽ നിർവഹിച്ചതുമില്ല. കാരണം നരേന്ദ്രമോദി വയനാട്ടിൽ വന്നു, സന്ദർശനം നടത്തി, കുട്ടികളെ ആശ്വസിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ കരുതിയത് വലിയ ഒരു സഹായം കേന്ദ്രത്തിൽ നിന്ന് കിട്ടും എന്നായിരുന്നു. പക്ഷേ കിട്ടിയില്ല. കാരണം അതെല്ലാം പൊളിറ്റിക്കൽ റൈവലറിയുടെ ഭാഗമായിട്ട് അങ്ങനെ കിടക്കുകയാണ് ചെയ്യുന്നത്. എങ്കിലും കല്ലൊക്കെ ഇട്ട് ഒരു സാധനം വരുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച് നിൽക്കുന്നു. പക്ഷേ ഇത് കല്ലിട്ട് അതിൻ്റെ പണി തുടങ്ങുമ്പോഴേക്കും അടുത്ത ദുരന്തം വരെയാണ്. കേന്ദ്രത്തിൽ നിന്ന് നമുക്ക് ലഭിച്ചിരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ട് അനുസരിച്ച് ഏപ്രിൽ 4 വരെയുള്ള കാലയളവിൽ അതിഭീകരമായിട്ടുള്ള മഴയുണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ മഴ പെയ്താൽ അത് നമ്മളുടെ കുന്നുകളെയൊക്കെ ഇടിച്ചു നിരത്താനായിട്ട് അല്ലെങ്കിൽ ഉരുൾപൊട്ടലിന് കാരണമായി തീരും. ഉരുൾപൊട്ടിയാൽ എന്താ സംഭവിക്കുന്നത്? ഒരു പ്രദേശം കാണില്ല എന്നുള്ളതാണ്. അങ്ങനെ കാണാതാകുമ്പോൾ അവിടെ ജീവിച്ചിരുന്നതായിട്ടുള്ള മുഴുവൻ മനുഷ്യരെയും കാണാത്തതായിട്ടുള്ള സാഹചര്യം വരും. ഇപ്പോഴേ തന്നെ കിട്ടിയിരിക്കുന്ന മുന്നറിയിപ്പിനനുസരിച്ച് നമ്മൾ ജാഗ്രത പാലിക്കേണ്ടതല്ലേ? തീർച്ചയായിട്ടും ജാഗ്രത പാലിക്കണം. പ്രത്യേകിച്ച് ഈ കുന്നുകൾക്ക് മുകളിലും അതിൻ്റെ താഴ്വരകളിലൊക്കെ താമസിക്കുന്ന ആളുകൾ വർഷകാലത്ത് അവിടെ നിന്ന് അവരുടെ ബന്ധുക്കളുടെ വീടുകളിലേക്ക് മാറി താമസിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നമ്മൾ ഒരു ദിവസം പത്രം എടുത്തു നോക്കുന്ന സമയത്ത് ആ പത്രത്തിൽ അതിഭീകരമായിട്ട് വെള്ളം എല്ലാത്തിനും തുടച്ചു മാറ്റിയതോ നക്കി തീർത്തതോ എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തകൾ വായിക്കേണ്ടി വരും. അപ്പോൾ അത് മനസ്സിലാക്കിക്കൊണ്ട് ഭരണകൂടവും അതുപോലെ ഭരണകൂടത്തെ മാത്രം നമ്മൾ അതിനകത്ത് കുറ്റപ്പെടുത്തി ഒരു സ്ഥലത്ത് നിർത്തിയിട്ട് കാര്യമില്ല. അവർക്കൊന്നും ചെയ്യാനായിട്ട് കഴിയില്ല. അതാത് പ്രദേശത്ത് താമസിക്കുന്നതായിട്ടുള്ള ആളുകൾ ഈ കാര്യത്തിൽ ജാഗ്രത പുലർത്തിയാൽ മാത്രമാണ് അവരുടെ ജീവിതം, അവരുടെ കുടുംബം, അവരുടെ കുട്ടികൾ അവർക്ക് രക്ഷപ്പെടാനായിട്ട് പറ്റുകയുള്ളൂ. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്രം പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രേക്ഷകരുടെ അറിവിലേക്കായി വെക്കുകയാണ്. ഏപ്രിലിൽ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ വെള്ളപ്പൊക്കത്തിന് സാധ്യതയുണ്ടെന്നും മൃത്യുഞ്ജയ് മൊഹാപാത്ര മുന്നറിയിപ്പ് നൽകി. അതേസമയം ഏപ്രിൽ ജൂൺ മാസങ്ങളിൽ രാജ്യത്ത് സാധാരണയിലും ഉയർന്ന ചൂട് അനുഭവപ്പെടുമെന്നും മുൻകരുതലുകൾ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. സാധാരണ നിലയിലുള്ള മഴ ലഭിക്കുമെങ്കിലും ഇന്ത്യയിൽ മധ്യകിഴക്കൻ സംസ്ഥാനങ്ങളിലും വടക്കു പടിഞ്ഞാറൻ സമതലങ്ങളിലും ഉഷ്ണതരംഗം കൂടാനും സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ ഈ മാസം വിവിധ ജില്ലകളിൽ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇന്നും നാളെയും ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും 3-ാം തീയതി ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ
ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതിനാൽ ജാഗ്രത പാലിക്കണമെന്ന് കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നുണ്ട്. ഏപ്രിൽ 3-ന് പാലക്കാട്, മലപ്പുറം, വയനാട് ജില്ലകളിലും 4-ന് എറണാകുളം, തൃശൂർ എന്നീ ജില്ലകളിലും യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. 24 മണിക്കൂറിൽ 64.5 മില്ലിമീറ്റർ മുതൽ 115.5 മില്ലിമീറ്റർ വരെ മഴ ലഭിക്കുന്ന സാഹചര്യത്തെയാണ് ശക്തമായ മഴ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ഇടിമിന്നലോടെയുള്ള മഴയായതിനാൽ ജാഗ്രത പാലിക്കണമെന്നും മുൻകരുതലുകൾ നടപടികൾ സ്വീകരിക്കണമെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അപ്പോൾ വലിയ നമ്മൾ ആശങ്കപ്പെടേണ്ടത് ഉണ്ട് താനും, എന്നാൽ ഒരു ജാഗ്രത പാലിച്ച് പോവുകയും വേണം. ശക്തമായ മഴയ്ക്കും ഉഷ്ണമായ ചൂടിനും ഉഷ്ണതരംഗത്തിനും സാധ്യതയുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പലപ്പോഴും ഈ ജാഗ്രതകൾ മുന്നറിയിപ്പോൾ പാലിക്കാത്തതല്ലേ പല അപകടങ്ങളും നമ്മൾ വരുത്തി വെക്കുന്നത്? അല്ല, ജാഗ്രത പാലിക്കാനായിട്ട് ആരാണ് ജാഗ്രത പാലിക്കേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ അതിനുള്ള ഉത്തരം ഉദ്യോഗസ്ഥരാണ്, ഗവൺമെൻറ്റാണ്, സർക്കാരാണ് എന്നൊക്കെ പറഞ്ഞിട്ട് കാര്യമില്ല. താമസിക്കുന്ന ആളുകൾ കൂടി ജാഗ്രത പാലിക്കേണ്ട ഒരു സാഹചര്യമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇപ്പോൾ ഒരു വയനാട് ഉരുൾപൊട്ടലുണ്ടായ സമയത്ത് വയനാട്ടിൽ കാലാകാലങ്ങളായി താമസിക്കുന്നതായിട്ടുള്ള ആദിവാസികളുണ്ട്. അവർ പറഞ്ഞ കാര്യങ്ങൾ കേൾക്കാൻ അവിടുത്തെ ആളുകൾക്ക് കഴിഞ്ഞിരുന്നെങ്കിൽ ആ ദുരന്തത്തിൽ നിന്ന് വളരെയധികം ആളുകൾക്ക് രക്ഷ പ്രാപിക്കാൻ കഴിയുമായിരുന്നു. അതും കേൾക്കാൻ അവർ തയ്യാറാവില്ല. അവർ പറയുന്നതും കേൾക്കില്ല. അതേപോലെ തന്നെ ശാസ്ത്രീയമായിട്ട് കാലാവസ്ഥ കേന്ദ്രങ്ങൾ പറയുന്ന കാര്യങ്ങളും കേൾക്കില്ല. ഇപ്പോൾ കടലിൽ പോകരുത് എന്ന് കടലിൽ മീൻ പിടിക്കാൻ പോകുന്നതായിട്ടുള്ള തൊഴിലാളികൾക്ക് ഇടയ്ക്കിടയ്ക്ക് നിർദ്ദേശം കൊടുക്കാറുണ്ട്. പക്ഷെ ആ നിർദ്ദേശം ഒന്നും അവർ കേൾക്കില്ല. അവർ പോകും. ഭാഗ്യത്തിന് ചിലപ്പോൾ അവർ രക്ഷപ്പെട്ടു വരും. അല്ലെങ്കിൽ വലിയ ഭീകരമായ തിരമാലകളിൽപ്പെട്ട് പലരുടെയും ജീവൻ പൊലിഞ്ഞു പോകും. അത് അവിടെ കാണുന്നൊരു കാര്യമാണ്. ഉരുൾപൊട്ടലിൻ്റെയും വെള്ളപ്പാച്ചിലിൻ്റെയും ഒക്കെ കാര്യത്തിൽ ഈ പറയുന്ന മുന്നറിയിപ്പുകളെ പലരും കേൾക്കില്ല. കാരണം വെച്ചാൽ അവർ കുറേ കാലമായിട്ട് അവിടെ ജീവിക്കുന്നതിൻ്റെ പേരിൽ അതിനെയൊക്കെ സ്വന്തമായിട്ട് ഹാൻഡിൽ ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു വിശ്വാസം, ആത്മവിശ്വാസം അവർക്കുണ്ടാകും. വെള്ളം പതുക്കെ ഇങ്ങനെ. പക്ഷെ വെള്ളം അങ്ങനെയല്ല ഒലിച്ചു വരുന്നത്. അത് ഉരുൾപൊട്ടലായിട്ട് വലിയ ജലപ്രവാഹമായിട്ട് എല്ലാത്തിനും തുടച്ചു മാറ്റിയാണ്. ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇവർക്ക് കണ്ടാൽ പോലും അതിനകത്ത് ഓടി മാറാൻ പറ്റാത്ത തരത്തിൽ ദുരന്തമാണ് അത് സൃഷ്ടിക്കുന്നത്. അതുകൊണ്ട് ഇനിയെങ്കിലും നമ്മുടെ സമൂഹം ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കി അതിനനുസരിച്ചിട്ട് പ്രതികരിക്കാൻ തയ്യാറാവേണ്ടത് ആവശ്യമാണ്. അല്ലെങ്കിൽ വലിയ അപകടമായിരിക്കും ഉണ്ടാവാൻ പോകുന്നത്. വീണ്ടും എല്ലാ വർഷവും അപകടം ഉണ്ടാകുന്നുണ്ട്. അതെങ്ങനെയായിരിക്കും നമ്മുടെ സമൂഹം ഏറ്റെടുക്കുന്നതാണ് ഞാൻ ചെയ്യും. ഈ ഏറ്റെടുക്കുക എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോൾ ഒരു ദുരന്തം ഉണ്ടാകുമ്പോൾ കുറേ വാഗ്ദാനങ്ങൾ നൽകും, കുറേ പണം തരാം, അല്ലെങ്കിൽ ഇപ്പോൾ പുതിയ ടൗൺഷിപ്പിനൊക്കെ വയനാട് പിന്നെ സംസ്ഥാന സർക്കാർ മുന്നിട്ടിറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഇതൊക്കെ കൊണ്ട് സാധാരണ ജനങ്ങൾക്ക് നഷ്ടപ്പെട്ടതൊക്കെ തിരിച്ചു കിട്ടുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അവരുടെ ഉറ്റവർ, പ്രിയപ്പെട്ടവർ, അവർ ഇതുവരെ ഉണ്ടാക്കിയ സമ്പാദ്യം, ഇതിനൊക്കെ ഒരു ശാശ്വത പരിഹാരം വേണ്ടേ? അല്ല, ശാശ്വത പരിഹാരം എങ്ങനെ ഉണ്ടാവാനാണ്? ഉറ്റവരും നമ്മളെ പിരിഞ്ഞു പോയി കഴിഞ്ഞാൽ, പിഞ്ച് പൈതങ്ങളൊക്കെ മരിച്ചു പോയി കഴിഞ്ഞാൽ അവർക്കൊന്നും വീണ്ടെടുപ്പ് സാധ്യമല്ലല്ലോ. അപ്പോൾ ചെയ്യാവുന്നൊരു കാര്യം മുൻകരുതലെടുത്ത് മാറി നിൽക്കൽ മാത്രമാണ്. ഇതിൽ പെട്ടുപോകാതിരിക്കുക എന്ന് മാത്രമാണ്. ഒരു വീട് തകർന്നു പോയി കഴിഞ്ഞാൽ നമുക്കത് പുനർനിർമ്മിച്ച് കൊടുക്കാം. പക്ഷേ അവരുടെ മക്കളെ നമുക്ക് നിർമ്മിച്ചു കൊടുക്കാനായിട്ട് കഴിയുമോ? അമ്മമാരെ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റുമോ? അച്ഛന്മാരെ നിർമ്മിച്ചു കൊടുക്കാൻ പറ്റില്ലല്ലോ. ഇത് മനസ്സിലാക്കിയിട്ടാണ് ഈ ദുരന്തം വരാൻ സാധ്യതയുണ്ട് എന്ന വാർത്ത കേട്ടാൽ അത് ജാഗ്രതയോടുകൂടി മനസ്സിലാക്കി അതിനനുസരിച്ച് പെരുമാറുകയും പ്രതികരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യാം. ഇത് മനുഷ്യൻ്റെ കരണീയമായൊരു കാര്യമാണ്.